നേന്ത്രക്കായ കൊണ്ട് ചിപ്സ് വറുത്ത് കഴിഞ്ഞാൽ കായയുടെ തോല് ബാക്കി വരാറില്ലേ? ആ കായത്തോല് കൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കിയാലോ? ആദ്യം തന്നെ ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചെറുപയർ വേവാൻ ആവശ്യമായത്ര വെള്ളവും ചേർത്ത് ചെറുപയർ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി വേണ്ടത് നേന്ത്രക്കായയുടെ തൊലി ചെറുതായി നുറുക്കിയെടുക്കുക. നുറുക്കിയെടുത്ത തൊലി മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കറ കാരണം ചെറിയൊരു കയ്പ്പ് രസം വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉഴുന്നുപരിപ്പ് ചെറിയൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ നുറുക്കി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ച ആ കായത്തോലുണ്ടല്ലോ, അതെടുത്ത് ഇതിൽ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കായത്തോല് വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഇനി ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കായത്തോല് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കായത്തോലും ചെറുപയറും ഒക്കെ നന്നായിട്ട് വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് കുഴിക്കുക. ശേഷം അതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ജീരകപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റി കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ കുറച്ചെങ്കിലും ജലാംശം ബാക്കിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രുചികരമായ കായത്തോല് തോരൻ തയ്യാറായി. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ചെറുപയർ ഉപയോഗിച്ചിട്ടാണ്. ചെറുപയറിന് പകരം വൻപയറോ മുതിരയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ കായത്തോല് കൊണ്ട് നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് കായത്തോല് തോരൻ? ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.